എൻ്റെ പേര് വിക്രമൻ. കൊല്ലം ജില്ലയിൽ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2022 മാർച്ച് 12-ാം തീയതിയാണ്. ആ ഉടമ്പടി നിയോഗങ്ങളെ കുറിച്ച് പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ മാതാവിൻ്റെ ഒരു ലൈവായിട്ട് നടന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്. അതായത് ഈ ഏപ്രിൽ 14-ാം തീയതി വെളുപ്പിനെ ഏപ്രിൽ 14 വെളുപ്പിന് 5 മണിയോടുകൂടി ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു, വിശ്വാസ പ്രമാണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ജപമാലയും കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞൊരു 6 മണിയോടുകൂടി എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഫോൺ വരുന്നു. അത് ഭാര്യ വീട്ടിൽ നിന്നാണ്. അനിയത്തിയാണ് അവിടെ താമസം. അനിയത്തിയും കൊച്ചുങ്ങളും അമ്മയാണ് താമസം. അപ്പം മറുതലയ്ക്കൽ അവിടുത്തെ അനിയത്തിയുടെ മകനായിരുന്നു. അവൻ പറഞ്ഞു, അമ്പിയമ്മയെന്നാണ് വിളിക്കുന്നത് എൻ്റെ ഭാര്യ. അമ്പിയമ്മയെ അമ്മൂമ്മയ്ക്ക് വളരെ സീരിയസ് ആണ്. ഇന്നലെ പന്തളത്ത് കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. രാത്രി അവിടെ ആയിരുന്നു. ഇന്ന് വെളുപ്പിന് 5 മണിക്ക് വളരെ സീരിയസ് ആയിട്ട് ചെങ്ങന്നൂരിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും അങ്ങോട്ട് പോകുവാണ് എന്ന് പറഞ്ഞു. അപ്പം കാര്യങ്ങൾ കൂടുതലൊന്നും പയ്യനെ വിശദീകരിക്കാൻ അറിയത്തില്ല. അപ്പം അനിയത്തി പോകാനുള്ള ധൃതിയും കാര്യങ്ങളും പാക്ക് ചെയ്യാനും എല്ലാം കൂടെ തുടങ്ങുമായിരുന്നു. അപ്പോഴവൾ ആകെ ടെൻഷനും കാര്യങ്ങളുമായി. കാരണം അവിടുത്തെ അച്ഛൻ മരിച്ചിട്ട് ഓഗസ്റ്റ് 15-നായിരുന്നു. അറ്റാക്കായിരുന്നു. ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു. രാത്രിയിലൊരു അറ്റാക്ക് വന്ന് സൈലൻ്റ് അറ്റാക്ക് പോലെ വന്ന് മരണപ്പെട്ടു. അതിൻ്റെ വേദനകൾ വിട്ടുമാറുന്നതിന് മുന്നേ അടുത്തൊരു ഇതും കൂടെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോഴത്തേക്ക് ഇവളാകെ ടെൻഷൻ, കാര്യങ്ങൾ നിൽക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ. അപ്പോൾ ഞാനെല്ലാം ജപമാലയൊക്കെ ചെയ്തതിൻ്റെ ആ ഒരു ശക്തി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ സമാധാനപ്പെടും, എന്തായാലും നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയല്ലോ, എല്ലാവരും ഉണ്ട്. അപ്പം പന്തളത്തു നിന്നുള്ള ബാക്കിയുള്ള അളിയന്മാരും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നില്ല. പിറ്റേന്ന് 2 ദിവസം അവധി. അപ്പോൾ ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും തലേന്ന് ഏറ്റിരിക്കുകയാണ്, പല കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വേറൊരാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ തലകറങ്ങുന്നതിന് തുല്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് നീയും മകളും കൂടെ റെഡിയാവും. അന്ന് വണ്ടി ഓടിക്കാനും ചേട്ടൻ്റെ മകനാണ് ഓടിക്കുന്നത്. സാധാരണ അവനവിടെ കാണുന്നത്. അന്ന് അവന് നൈറ്റ് ഡ്യൂട്ടിയായി. പിന്നെ ഉച്ചയോടുകൂടിയേ വരുള്ളൂ. 1-2 ഡ്രൈവേഴ്സിനെയൊക്കെ വിളിച്ച് നോക്കി രക്ഷയില്ല. ബസ്സിനെ അങ്ങ് വിട്, എന്തായാലും തിരുവല്ല പോകാൻ ഏകദേശം 1.5-1.25 മണിക്കൂർ മതി. എപ്പോഴും ബസ്സുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. അങ്ങനെ വരെ റെഡിയായി പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഫോൺ കോളുകൾ വരുന്നു. വളരെ സീരിയസ് ആണ്, ICUലേക്ക് മാറ്റുകയാണ്. MRI ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും പിടികിട്ടുന്നില്ല. ഡോക്ടേഴ്സിന് അനക്കമില്ല, ആൾ പൂർണ്ണമായിട്ടും അനക്കമില്ല. അങ്ങനെ ICU മാറ്റിക്കഴിഞ്ഞ് നമുക്ക് കാണാനോ ഒന്നും പറ്റാത്ത അവസ്ഥയല്ലേ. അപ്പം ആൾക്കാരെല്ലാം ഉണ്ട് പുറത്ത്. അകത്തോട്ട് 1-2 പേരെ കയറ്റി വിടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു വചനപ്പെട്ടിയിൽ നിന്ന് വചനം എടുത്തു. അപ്പം അതിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ധൈര്യം സംഭരിക്കുക, അങ്ങനൊരു ഇതാണ് കണ്ടത്. ഇപ്പം ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, മാറ്റി വയ്ക്കാൻ പറ്റിയില്ല ആ ടെൻഷനിൽ. അത് ഇവരും പോയി, ഞാനും ബാങ്കിലും പോയി. ഉച്ച കഴിഞ്ഞു എല്ലാം വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു മാറ്റവും ഇല്ല ആളിന്. അങ്ങനെ ICU തന്നെയാണ്. ആ പോയ പോക്ക് അതേപോലെ ഒരു പോയിൻറ്റിന് പോലും ഒരു കുറവോ കാര്യങ്ങളോ ഇല്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പിറ്റേന്ന് എനിക്ക് അവധിയായിരുന്നു. വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ഞാൻ ഉച്ചയോടുകൂടി അവിടെ എത്തുകയും 5 മണിക്ക് മാത്രമേ 2 പേരെ ICUയിലോട്ട് കയറ്റി വിടുകയുള്ളൂ. അപ്പം ഞാനും അനിയത്തി എൻ്റെ വൈഫ് അപ്പോഴുള്ളത്. അത് 5 മണിക്ക് ഡോറ് തുറന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ തന്നെ കയറാനായിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്ത്. അപ്പോൾ എൻ്റെ ഉടമ്പടി തൈലവും എല്ലാം ഞാൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ തന്നെ, ഇടത് പോക്കറ്റിൽ തന്നെ ഇട്ടേക്കാണ്. വെഞ്ചരിച്ച് ഉപ്പ് പൊതിഞ്ഞ് വെച്ചേക്കാണ്. മറ്റേ ബഡ്ജായിട്ടിരിക്കുന്നതുകൊണ്ട് പൊതിഞ്ഞ് പോക്കറ്റിലിട്ടേക്കാണ്. എനിക്ക് തനിയെ അതിനകത്തോട്ട് കയറാനൊരു പേടി. ഞാൻ ആദ്യം ഈശോയോട് പറഞ്ഞു, ഈശോ മുന്നേ ഒന്ന് കയറിക്കോളും. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ അമ്മയും കൂടെ വരുമ്പോഴത്തേക്ക് ധൈര്യമാവും.
അപ്പോൾ ഞാൻ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഡ്രസ്സിൽ കയറാൻ പറ്റത്തില്ല. അവരൊരു കോട്ട് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞ് ബാക്കിൽ അങ്ങോട്ട് വള്ളി കെട്ടി. അപ്പോൾ ഈ തൈലം എടുക്കുന്ന കാര്യം എങ്ങനെയാണെന്നുള്ള പാദം വരെ കിടക്കുകയാണ് ടൈറ്റായിട്ട്. അകത്ത് കയറിയപ്പോൾ തന്നെ പേഷ്യൻറ്റിനെ കാണാനില്ല, എല്ലാം മെഷീൻസ് മാത്രമേ ഉള്ളൂ, ട്യൂബുകളും മാത്രം. ആദ്യം ഒന്ന് പതറിപ്പോയി. നോക്കിയപ്പം ഡോക്ടേഴ്സും ഉണ്ട്, സിസ്റ്റേഴ്സും എല്ലാം ഉണ്ട്. പക്ഷേ പെട്ടെന്ന് അവരെയൊന്നും ഞാൻ പിന്നെ കാണാതായി, പേഷ്യൻറ്റിനെയും കാണാതായി. യഥാർത്ഥ ഈ ട്യൂബുകളും അതും മാത്രം. എന്തായാലും മുട്ടുകുത്തി അങ്ങ് വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ കുറച്ചൊരു ധൈര്യം കിട്ടി. എണ്ണിയിട്ടിട്ട് തൈലം എങ്ങനെയെങ്കിലും എടുത്ത് ചുരുണ്ടുവിരൽ വെച്ച് നെറ്റിയിൽ കുരിശങ്ങ് വരച്ച്, അത് കഴിഞ്ഞ് പൊതിഞ്ഞിരുന്ന ഉപ്പും അതും എടുക്കാനൊക്കെ പ്രയാസമായി. ഇത് ടൈറ്റ് ചെയ്ത് കെട്ടിയേക്കുന്നുണ്ട്. അതും എങ്ങനെയൊക്കെയോ എടുത്തു മുഖത്തിൻ്റെ ഭാഗത്ത് ഇട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അത്രയും സെക്കൻഡ് എനിക്ക് അനുവാദം തന്നു. സാധാരണ ഒരു മിനിറ്റിൽ കൂടുതൽ ആരെയും അനുവദിക്കത്തില്ല അതിനകത്ത്. ഒന്നാമത് കോവിഡിൻ്റെ പ്രശ്നവും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റർ വന്ന് അടുത്ത് നിന്ന് അപ്പം മതിയാക്കാൻ എന്നുള്ള രീതിയിൽ ഞാൻ എണ്ണീറ്റു. ഡോക്ടർ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, മെഡിസിൻ എങ്ങനെയാണ്? അത് ഒന്നും നമുക്ക് ഈ ഇതൊന്നും ഇപ്പോഴും സ്വീകരിക്കാത്ത അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു 24 ഹവറും നോക്കി ഒരു 48 കൂടെ നോക്കി ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഡോക്ടർ ചെയ്യാനുള്ളത് ചെയ്തോളൂ, ഞങ്ങൾ അത് വേണ്ടുന്ന വഴികൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അത് പിന്നെ മിറക്കിൾ തന്നെ സംഭവിക്കും, അത്ഭുതം തന്നെ സംഭവിക്കും. ഡോക്ടർക്ക് ചെയ്യാനുള്ള എന്ത് മെഡിസിൻസ് വേണമെങ്കിലും ചെയ്യാൻ പൂർണ്ണമായ ധൈര്യം ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് വെളിയിലിറങ്ങി അടുത്തത് ഭാര്യയുടെ അനിയത്തിയാണ്. അകത്തോട്ട് കയറി അവളും കരഞ്ഞ് വിളിച്ച് അതേപോലെ തിരിച്ചിറങ്ങിപ്പോരുന്നു. ഒന്നും കാണാൻ നിന്നില്ല, ആ ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞ് എൻ്റെ വൈഫും കയറി വന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഞാൻ ചെയ്യാൻ അതിനകത്ത് വെച്ച് മറന്നുപോയി. ഉടമ്പടി കാശ് രൂപം ഒന്ന് നെറ്റിക്ക് വെക്കണമെന്നുണ്ടായിരുന്നു. അത് ഈ ടെൻഷൻ കാരണം മറന്നുപോയി. വീണ്ടും ഞാൻ ആ സിസ്റ്ററോട് അനുവാദം ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് തന്നെ അവർക്ക് എന്തോ ഒരു അത്ഭുതം അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ ഒരു സെക്കൻഡ് അനുവദിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ കയറി. അപ്പോഴേ പിന്നെ കോട്ടൊന്നും ഇട്ടില്ല, അടുത്ത് ചെന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. നെറ്റിയിൽ കാശ് രൂപം വെച്ചു. അത് കഴിഞ്ഞ് ഉള്ളംകാലിൻ്റെ പെരുവിരൽ വലത് കാലിൻ്റെ കാശ് രൂപം പിടിപ്പിച്ചു. അത് ഈശോയുടെ തിരുരക്തം പുതുതായി ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയായിരുന്നു അത് ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ ഐസിയുടെ അവിടെ നിൽക്കുന്നിട്ട് കാര്യമില്ല. നേരെ റൂമിൽ 7ാമത്തെ നിലയിലെ റൂമിൽ പോയി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഐസിന്ന് അനിയത്തിയുടെ ഫോണിലേക്ക് വിളി വന്നു. ഞങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അതേവരെ അവരെന്തൊക്കെയോ ചെറിയ സൊല്യൂഷൻ പോലെ എന്തൊക്കെയോ കൊടുത്തിരുന്നു. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അവൾ പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞ് ഞാനൊരു 9 മണിയോടുകൂടി, കാരണം അവിടെ 2 പേർക്ക് നിൽക്കാൻ പാടുള്ളൂ, ഞാനും വൈഫും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. വീട്ടിലെ പ്രായമായ അച്ഛനുണ്ട്, അപ്പോൾ ഒറ്റയ്ക്കിടാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. അവിടെ നിൽക്കാൻ വേറെ 2 പേരും ഉണ്ട്. പിറ്റേന്ന് അതേപോലെ തന്നെ രാവിലെ ഒരു മാറ്റവും ഇല്ല. വീണ്ടും ഞാൻ അതേപോലെ ഉച്ചയ്ക്ക് തന്നെ അവിടെ എത്തുകയും 5 മണിക്കേ കാണാൻ പറ്റുള്ളൂ. അന്ന് കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം ഞാനിപ്പോൾ ഈ മാതാവിനോട് പറഞ്ഞേക്കുന്നത് 24 ഹവറാണ്. ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചപ്പോഴത്തേക്ക് 4 മണിയാണ്. 5 മണിക്ക് കൃത്യമായും ഐസിയുൻ്റെ ഡോറ് തുറന്ന് ഓരോ പേഷ്യൻ്റ് ആളുകളെ വിളിച്ച് കയറ്റിയിടുക. 2 പേരോ 3 പേരോ മാക്സിമം. അപ്പോഴത്തേക്ക് അന്ന് ഞാൻ കാണാനായിട്ട് ശ്രമിച്ചില്ല. അപ്പോഴത്തേക്ക് അവിടുത്തെ ഞങ്ങളുടെ ഒരു അളിയനാണ് ആദ്യം കയറുന്നത്. അവിടുത്തെ അമ്മയുടെ പിന്നെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോൻ. അദ്ദേഹം കയറി വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പം ഉള്ളിലൊരു വിളി കേട്ടു എന്ന് പറഞ്ഞു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് തന്നെ പുറത്തിറങ്ങി. പിന്നെ 2 പേരും കൂടെ അകത്ത് കയറി. ഞാൻ അതിന് മുന്നേ ഇവിടെ വരാനായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവൾ ചോദിച്ചായിരുന്നു. കാരണം വൈകിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്നെ കടത്തി വിടത്തില്ല. അത് ഡോക്ടർ അനുവാദം ഉണ്ടെങ്കിലേ തരാൻ പറ്റൂ, അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ ആദ്യം ചോദിച്ച കേസ് ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് ആയാലും മതി.
അങ്ങനെ പറഞ്ഞു. അവർ മെഡിക്കൽ ഓഫീസേഴ്സ് ഒന്ന് ആലോചിക്കട്ടെ. ICUയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. ഒടുക്കം പറഞ്ഞു, എന്താണ് ആവശ്യം? ഞാൻ ഡോക്ടറോട് തുറന്നു പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ അത്യാവശ്യമായും പോകണം, ഈ പേപ്പർ ഉണ്ടെങ്കിലേ എന്നെ അതിനകത്തോട്ട് കടത്തി വിടുകയുള്ളൂ. അവർ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു, പക്ഷേ കുറച്ച് വെയിറ്റിംഗ് ആവും. അപ്പോൾ അവിടുന്ന് റൈറ്റിങ്ങിൽ എഴുതിയിട്ട് വേണം റെഫർ ചെയ്ത് താഴെ വന്ന് ഓഫീസിൽ വന്ന് ടൈപ്പ് ചെയ്ത് പിന്നെ മെയിൻ ഡോക്ടർ അവിടെ പോയി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് സീൽ ചെയ്ത് തരണം. ഇത്രയും ആയപ്പോഴത്തേക്ക് തന്നെ 6:30 മണിയായി. ഞാൻ ബസ്സിനുള്ള യാത്രയാണ്. ഞാൻ അവിടുന്ന് 6:45 ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പം അത് പെട്ടെന്ന് തന്നെ ജംഗ്ഷനിൽ വന്നിട്ട് ബസ്സിന് കയറി തിരുവല്ല വന്നു. തിരുവല്ല വന്നപ്പോൾ തന്നെ വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നില്ല. ഫാസ്റ്റിന് പകരം ഓർഡിനറി പിടിച്ചിട്ടേക്കുന്നു, ഓർഡിനറി ഫാസ്റ്റിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആലപ്പുഴ വന്നപ്പോഴത്തേക്ക് രാത്രി 8:30. പിന്നെ ഇവിടെ അടുത്ത ഒരു വണ്ടി എറണാകുളം കയറി ഇവിടെ വന്നപ്പം ഇവിടെ സ്റ്റോപ്പ് നിർത്തത്തില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഇവിടെ നിർത്താറുണ്ടല്ലോ, അത് ഗവൺമെൻറ് ഓർഡറാണ്. ഞാൻ പറഞ്ഞു, എന്ന് തൊട്ടാ? അത് വെബ്സൈറ്റിൽ കയറി നോക്കാം. ഞാൻ അതിനെ തർക്കിക്കാൻ നിന്നില്ല, നമ്മുടെ ആവശ്യമല്ലല്ലോ. ഞാൻ കലവൂർ ഇറങ്ങാമെന്ന് വെച്ചു. കലവൂർ വന്നപ്പോഴത്തേക്ക് എണ്ണയിച്ചപ്പോഴത്തേക്ക് കണ്ടക്ടർ പറഞ്ഞ് അവിടെ ഇറക്കാം, കൃപാസനത്തിൽ ഇറക്കാം എന്ന്. അങ്ങനെ ഇവിടെ വന്ന് മെയിൻ ഗേറ്റിൽ വന്നപ്പോഴത്തേക്ക് സെക്യൂരിറ്റി ചേട്ടനുണ്ടായിരുന്നു. എൻ്റെ ആവശ്യം പറഞ്ഞു ഇനി ആൾക്കാരേക്കുള്ള ഗേറ്റ് തുറക്കാൻ പാടാണ്. ഒന്നാമത് അത് അടച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം, രാത്രിയിൽ കയറ്റി വിടില്ല. അവിടെ പുറത്ത് മാതാവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ആവശ്യം ഇന്നതാണ്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് ഞാൻ ഓടി വരികയാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ചേട്ടനെ ഞാൻ കാണിച്ചു. ചേട്ടനത് ഇതിനകത്തുള്ള സെക്യൂരിറ്റി ചേട്ടനെയും കൂടെ കാണിച്ചു. അങ്ങനെ അവർ രണ്ടും കൂടെ ഒത്തൊരു തീരുമാനമെടുത്തു. ആ ഗേറ്റിൻ്റെ താഴെ ഒന്ന് തുറന്നു വന്നു. ഒരു മിനിറ്റ് മാത്രം അനുവദിച്ചു. അങ്ങനെ ഞാൻ ആ പേപ്പറുമായി വന്ന് ഇവിടെ 9 മണിയോടുകൂടി ആ പേപ്പർ ഇവിടെ വെച്ചിട്ട് കമ്മന്ന് വീഴുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ CCTV പരിശോധിച്ചറിയാം. ഞാനിവിടെ വന്ന് ഒന്നേ പറഞ്ഞോളൂ, ഞാൻ ഡോക്ടർക്ക് കൊടുത്ത വാക്കുണ്ട്, അത്ഭുതം അത് സംഭവിച്ചിരിക്കണം, അത്രയും മാത്രമേ പറഞ്ഞോളൂ. എന്തോ അപ്പോഴത്തേക്ക് ആ സെക്രട്ടറി ചേട്ടൻ ഒന്ന് എണ്ണിക്കണം. ഞാൻ പറഞ്ഞു, ഓക്കെ, ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ 3/4 ഭാഗം ചെല്ലാൻ പറ്റി, അത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഇറങ്ങി വീണ്ടും ആലപ്പുഴ ചെന്നു. പിന്നെ വണ്ടിക്ക് അങ്ങോട്ട് ആയൂർക്ക് പോകാനെന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂർ യാത്രയാണ്. 11:30 മണി വരെ ആലപ്പുഴയായിരുന്നു. പിന്നെ പത്തനംതിട്ട വണ്ടി, അത് തിരുവല്ല ഇറങ്ങി പെട്ടെന്ന് 2-2:30 മണിയോടുകൂടി വീട്ടിൽ എത്തി. പിറ്റേന്ന് നല്ല ക്ഷീണം കാരണം പോകാൻ പറ്റിയില്ല ഹോസ്പിറ്റലിലോട്ട്. പക്ഷേ എന്നാലും രാവിലെ 8 മണിക്ക് ICU തുറക്കും, 2 പേരെ കാണിക്കും. അപ്പോഴിതാ കണ്ണ് തുറന്നിരിക്കുന്ന ആൾ വളരെ സംസാരിക്കാനുള്ള ആംഗ്യം കാണിക്കുന്നു. മെഷീൻസ് ഉണ്ടായതുകൊണ്ട് മാസ്ക് ഇതെല്ലാം കൂടെ വെച്ചേക്കുന്നതുകൊണ്ട് അതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഡോക്ടേഴ്സിന് വളരെ ഹാപ്പിയായി. പിന്നുള്ള നിമിഷങ്ങളെന്ന് പറഞ്ഞാൽ സെക്കൻഡാണ്. ഓരോ ട്യൂബുകളും അഴിഞ്ഞു മാറുന്നു, വെൻറ്റിലേറ്റർ മാറുന്നു. അങ്ങനെ നിമിഷങ്ങൾ കൊണ്ട് ഓരോന്നും സംഭവിച്ചു. ഇപ്പോൾ 2 ദിവസത്തിന് തന്നെ റൂമിൽ കൊണ്ടുവരികയും വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ വളരെ മാറ്റം വരികയും കഴിഞ്ഞ 24-ഓടുകൂടി ഡിസ്ചാർജ് ചെയ്ത് പന്തളത്ത് തുമ്പോട് എന്ന് പറയുന്ന സ്ഥലം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ കിടപ്പായതുകൊണ്ട് ഇവർക്ക് മാത്രം നോക്കാൻ പറ്റാത്ത ഒരു ഹോം നേഴ്സിനെയും കൂടെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു യഥാർത്ഥത്തിൽ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ എണ്ണീച്ചു തുടങ്ങി. ബാത്റൂമിൽ ഇപ്പോൾ ചെറിയ സപ്പോർട്ട് മതി. വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു. കഴിഞ്ഞ ശനിയാഴ്ച ചെക്കപ്പിന് പോയി ഡോക്ടർ പറഞ്ഞു, ഇനി പേഷ്യൻറ്റിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഞാൻ കുറിച്ച് തന്നേക്കുന്ന അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ മതി, ഇവിടെ മെഡിസിൻ കൊടുത്തോളാം. ഇന്നലെ ഹോം നേഴ്സും പോയി. കാരണം അവർ തന്നെ 2 ആഴ്ചയുള്ള 1 മാസത്തേക്ക് മേടിച്ച് അവർ തന്നെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു, ഇനി അമ്മയ്ക്ക് എൻ്റെ ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല, തന്നെ എല്ലാം ചെയ്യുന്നു. ഇത്രമാത്രം പെട്ടെന്ന് ചെയ്തിരുന്ന എൻ്റെ മാതാവിനോടും തിരുകുമാരനോടും ഈ പിതാവിനോടും കൂടാനുകൂടി നന്ദിയും കടപ്പാടും കൃതജ്ഞയും രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇപ്പോൾ അത്ഭുതകരമായി സംഭവിച്ചൊരു കാര്യമുണ്ട്. കഴിഞ്ഞ മാസം തന്നെ 10-ാം തീയതിക്ക് വളരെ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി ഞങ്ങളുടെ വീടിൻ്റെ ഭാഗം. അവിടെ നിന്ന് റബ്ബറെല്ലാം ചുഴലിക്കാറ്റിൽ ചുറ്റിയടിക്കുകയാണ്.
വടക്ക് വശത്ത് നിന്നൊരു പ്ലാവിൻ്റെ വലിയ ഒരു ശിഖരം ഒടിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള വീട്ടിൻ്റെ മണ്ടയിലേക്ക് മറിച്ചു. ഞങ്ങൾ വിചാരിച്ച ആ വീട് പൂർണ്ണമായും തകർന്നു. പക്ഷേ ആ പടൽ കാരണം ഒന്നും കാണാൻ പറ്റിയില്ല. രാത്രി കൊണ്ട് തന്നെ എല്ലാം വെട്ടിമാറ്റാൻ സഹായിച്ചു. അപ്പോൾ ഉടമ്പടിയുടെ ആ ബലം ഇല്ലെങ്കിൽ ആ വീട് തകരണ്ടേ. അവിടെ ഒരു പേരക്കമ്പ്, പേരമരയുടെ ചെറിയ ശിഖരം അത് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ ആ അമ്മ വലിയ വൃക്ഷത്തിൻ്റെ പടലിനെയും ആ തടിയെയും താങ്ങി ഇത്രയും അത് വെട്ടിമാറ്റുന്നവരെ താങ്ങി നിർത്തിയിരുന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു ആ പേരമരത്തിൻ്റെ ഒരു ശിഖരമാണ് ഈ വീട് നശിക്കാതെ. 2-3 ഓട് പറ്റി അത് മാറ്റിക്കൊടുത്തു. പിന്നെയും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വർഷം മാർച്ച് 12-നാണ് ഞാൻ ഉടമ്പടി എടുത്ത. അത് ഇന്നും കാത്തുപോകുന്നു. ഇതിപ്പം 4 പുതുക്കി ഫലത്തിൽ 5-ാമത്തെ. ഇങ്ങനെ ഒരുപാട് അത്ഭുതകരമായ ചെറിയതും വലുതുമായ കാര്യങ്ങൾ പറയാനുണ്ട്. ഹോസ്പിറ്റൽ കേസുകൾ തന്നെ എല്ലാം അമ്മ മാതാവ് നടത്തിക്കുന്നു. പിന്നെ കുറേയൊക്കെ കാര്യങ്ങൾ ഇപ്പം സ്വപ്നത്തിലും കാണിക്കാറുണ്ട്. വളരെ വളരെ കൃത്യമായ കാര്യങ്ങളാണ്. അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെ സാധിച്ചു തന്ന മാതാവിനും തിരുകുമാരനും പിതാവിനും ഇവിടെയുള്ള എല്ലാ അംഗങ്ങളോടും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഉടമ്പടിയിൽ ഉറച്ചു നിന്നാൽ എല്ലാ അത്ഭുതങ്ങൾ കൊണ്ട് തന്നെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത് നമ്മൾ ശ്രമിച്ചത് വിക്രമൻ, കൊല്ലത്ത് നിന്ന് വരുന്ന വിക്രമൻ എന്ന സഹോദരനാണ്. അദ്ദേഹം ഒരു അക്രൈസ്തവനാണ്. അദ്ദേഹം പറഞ്ഞൊരു നല്ലൊരു സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത മൂലം അവിടെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു, അവിടെ അഡ്മിറ്റായി. അപ്പോൾ സന്ധ്യാസമയമായപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വിറയൽ, ഷിവറിങ്ങുണ്ടായി. അവിടെ ഉണ്ടായിരുന്നവർ ഡോക്ടർ, നേഴ്സ് ആരാണെന്ന് വെച്ചാൽ അവർ ഇതൊന്നും പ്രത്യേകിച്ച് മറ്റ് ടെസ്റ്റുകളൊന്നും ചെയ്യാതെ തന്നെ ഇത് ഫിറ്റ്സ് ആയിരിക്കുമെന്ന് കരുതി അവർ ഫിറ്റ്സിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യുകയാണ്. ഫിറ്റ്സിൻ്റെ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡോസ് മൾട്ടി ഡോസായിട്ടാണ് കൊടുത്തത്. സാധാരണഗതിയിലെന്ന് പറയുന്നത് 2.5 ml കൊടുക്കേണ്ടതിന് പകരം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് കൊടുത്തതെന്ന് പറയുന്നത് 10.5 ml ആണ്. അപ്പോൾ തന്നെ ഇവർ കോമാ സ്റ്റേജിലേക്കായി. കോമാ സ്റ്റേജിലായെന്ന് പറഞ്ഞാൽ ചത്ത ശരീരം പോലെ അവരായി. ഉടനെ തന്നെ അവിടെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ICUയിൽ അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞ് പിന്നെ വെൻറ്റിലേറ്ററിലാക്കി. ഈ സമയത്തെന്ന് പറയുന്നത് ഡോക്ടർമാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത് മരുന്നുകളോട് ഈ ശരീരം പ്രതിപ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ ഡോക്ടർമാർക്കും പറ്റാത്ത ഒരവസ്ഥ. ഈ സമയത്ത് ഈ ICU യൂണിറ്റിലേക്ക് ഈ വിക്രമൻ എന്ന് പറയുന്ന സഹോദരൻ കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് അദ്ദേഹം ഇദ്ദേഹം ഉടമ്പടിയെടുത്ത് കൈവശം ഉണ്ടായിരുന്ന അമ്മ മാതാവിൻ്റെ ആ ഉടമ്പടി തൈലം എടുത്ത് ഈ വ്യക്തിയുടെ നെറ്റിയിലും ശരീരത്തുമൊക്കെ പുരട്ട് കുരിശ് വരച്ച് അത് വിശ്വാസപ്രമാണം ചൊല്ലി അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ ഉടമ്പടി കാശരൂപം അദ്ദേഹം നോക്കിയിട്ട് ഒരനക്കവുമില്ല, വിളിച്ചിട്ട് അനക്കവുമില്ല, ഒന്നുമില്ല. ആ കാലിൻ്റെ വെള്ളയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു അക്രൈസ്തവനാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ചോദിച്ച എന്തിനാണ് ഈ കാലിൻ്റെ വെള്ളയിൽ ഈ കാശരൂപം വെച്ചത്? അത് യേശുവിൻ്റെ രക്തം ഈ സഹോദരിയിലേക്ക്, ഈ രോഗിയിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ ജീവൻ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ സഹോദരങ്ങളെ, വല്ലാത്തൊരവസ്ഥയിൽ ഇദ്ദേഹം എന്ന് പറയുന്നത് അന്ന് രാത്രി അവിടെ നിന്ന് ഡോക്ടറിൽ നിന്ന് ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് കൃപാസനത്തിലേക്ക് വരികയാണ്. കാര്യം രാത്രിയാണ് അദ്ദേഹം അവിടുന്ന് പുറപ്പെടുന്നത്. ഇവിടെ വരുമ്പോൾ അസമയവുമാകും, ഇവിടെ ഇത് അടച്ചു കാണും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രവേശനമില്ലെന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം 1 വർഷം തൊട്ട് ഇവിടെ ഉടമ്പടി എടുക്കാനും പുതുക്കാനും ഒക്കെ വരുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഒരു ക്രിട്ടിക്കൽ എമർജൻസി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചുകൊണ്ട്
ആ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് വാദിക്കാൻ നിന്ന സെക്യൂരിറ്റി തടസ്സം പറഞ്ഞപ്പോൾ ഇത് കാണിച്ച് കാര്യം പറഞ്ഞു. അതിൻ്റെ ഗൗരവം പറഞ്ഞുകൊണ്ട്, കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നൊരു വ്യക്തി മരിച്ചതുപോലെ കിടക്കുകയാണ്, ഒരനക്കവുമില്ല. അത് 4-ാമത്തെ ദിവസം, ഒരനക്കവുമില്ല. അപ്പം ഒരു മരുന്നുകളും ചെയ്യാൻ പറ്റുന്നില്ല. ഈ കാര്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് അമ്മ മാതാവിൻ്റെ ഇവിടുത്തെ ഈ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹം അവിടെ നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിട്ടെന്ന് പറയുന്നത് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ്. ഇതിന് മുമ്പിലത്തെ ദിവസം ഐസിയുവിലേക്ക് കയറി ഈ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും പിന്നെ ഉപ്പും അവിടെ ഉപയോഗിക്കുന്ന സമയത്ത് ഡോക്ടർമാർ കോവിഡിൻ്റെ സമയം, രണ്ടാമതെന്ന് പറയുന്നത് അവിടെ ICU യൂണിറ്റിലെന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും പ്രവേശനമൊന്നുമില്ല. പക്ഷെ ഡോക്ടർ അനങ്ങുന്നില്ല. ഡോക്ടർ എൻ്റെ അടുത്ത് ഇദ്ദേഹം പറയുകയാണ്, ഈ ആൾ നാളെ എഴുന്നേക്കും, നാളെ ഇതിൻ്റെ അത്ഭുതം കാണും, 24 മണിക്കൂറിനകം കാണുമെന്ന് ഇദ്ദേഹം പറയണം. ഇദ്ദേഹത്തിന് അമ്മ മാതാവിലുള്ള വിശ്വാസമാണ്. അങ്ങനെയാണ് ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്ന രാവിലെ ഒരു 8 മണി തൊട്ട് ഈ രോഗിക്ക് മാറ്റം വന്നു തുടങ്ങിയാണ്. ആ രോഗിയെ വിളിച്ചപ്പോൾ ഉടനെ വിളി കേൾക്കുന്നു. പിന്നീടെന്ന് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ തന്നെ മരുന്നുകൾ ഉപയോഗിച്ചപ്പോൾ ആ മരുന്നുകളോട് പ്രതികരിക്കാൻ ഈ രോഗി തുടങ്ങി. പിന്നീടെന്ന് പറയുന്നത് അദ്ദേഹം എഴുന്നേൽക്കുന്നു, പതിയെ എഴുന്നേറ്റ് കട്ടിലിരിക്കുന്നു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ റൂമിലേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. മരിച്ച് എന്ന് വൈദ്യശാസ്ത്രം കണക്കാക്കിയിരുന്ന, അതേപോലെ ചത്ത ശവം പോലെ കിടക്കുന്ന ഈ രോഗിയാണ് ഉടമ്പടിയെടുത്ത് ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ, ഇദ്ദേഹം നേരത്തെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നു, ആ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും ആ സമയത്ത് ഇവിടെ വന്നാൽ ജോസഫച്ചനെ കാണാൻ പറ്റത്തില്ലെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ പ്രത്യേകം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ പോയപ്പോൾ അവിടെ വലിയ അത്ഭുതം നടക്കുന്നത്. ഇതാണ് ഉടമ്പടി എടുത്താൽ ഉള്ള അത്ഭുതം എന്ന് പറയുന്നത്. ഉടമ്പടി ഈ അക്രൈവസ്തവ സഹോദരൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ രോഗി നാളെ എഴുന്നേക്കുമെന്ന് പറഞ്ഞതുപോലെ പ്രതികരിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് നമ്മളുടെ ആരുടെയും പ്രയത്നമോ നമ്മളുടെ ആരുടെയും ചിന്തയോ ഒന്നും പോലെ അല്ല. ദൈവത്തിന് അമ്മ മാതാവാണ് ഈ ഉടമ്പടിയിലെ നായിക. അതായത് പരിശുദ്ധ അമ്മ വഴി ഞാനും ഈശോയായിട്ട് ചെയ്യുന്ന ഉടമ്പടിയിൽ. അപ്പോൾ ഇവിടെ വലിയ അത്ഭുതം നടക്കുകയാണ്. എഫേസുസിൻ്റെ 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്ന വചനമെന്ന് പറയുന്നത്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളൊരു തിരിച്ചറിവാണ് ഇതിലൂടെ ഇദ്ദേഹത്തിന് കിട്ടിയത്. ഈ രോഗിയുടെ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഉടമ്പടി എടുത്താൽ വിശ്വാസത്തോടു കൂടി ഇദ്ദേഹത്തിൻ്റെ അക്രൈസ്തവനായ അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അതായത് യേശുവിൻ്റെ തിരുരക്തം ഈ കാശരൂപ വെച്ച് പ്രാർത്ഥിച്ചാൽ ശരീരത്തേക്ക് പ്രവേശിക്കും. എൻ്റെ ഭാര്യയുടെ അമ്മ അവർ നാളെ എഴുന്നേൽക്കും എന്നുള്ള ആ ഉത്തമ വിശ്വാസത്തോടുകൂടി അദ്ദേഹം പ്രാർത്ഥിച്ചു. അത്ഭുതം നടന്ന് നമുക്ക് ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനെ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശക്തമായി കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് നന്ദി